മുറിയിൽ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. നടപടിക്രമങ്ങൾ അധികം വൈകാതെ തന്നെ പൂർത്തിയാകും പ്രതീക്ഷിക്കാമല്ലേ? കോടതിയിൽ നിന്ന് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കേവലം 1 മിനിറ്റ് യാത്ര മാത്രമാണ് ഉള്ളത്. നിമിഷങ്ങൾക്ക് മുൻപാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് വിവിധ പരിശോധനകൾക്ക് ഡോക്ടർമാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദമാവും പരിശോധിക്കുക. കൂടാതെ മറ്റ് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കഴിഞ്ഞ 2 ദിവസം മുൻപ് വീണ് ശരീരത്തിന് വേദനയും നേരിയ പരിക്കുകളും ഉണ്ട് എന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ജനറൽ ആശുപത്രിയിൽ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധന പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തിയതാണ്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ളതായിരുന്നു ഇത്തരം ആരോഗ്യ പരിശോധനകൾ. ആ ആരോഗ്യ പരിശോധനയിലൊന്നും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ ECGയിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആവശ്യമുണ്ടോ, അതോ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ആശുപത്രി അധികൃതർ പരിശോധിക്കും. അതിനുശേഷമാകും ജയിലിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും നടത്തിയ 2 ആരോഗ്യ പരിശോധനകളിൽ വ്യക്തമായിരുന്നത്. അതിനുശേഷം കോടതി മുറിയിൽ വിധി കേട്ടതിന് ശേഷം കുഴിഞ്ഞു വീണതോടെ ഉണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ രക്തസമ്മർദ്ദവും ECGയിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ, മറ്റ് ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ചികിത്സ തേടിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാകും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റുക. ജനറൽ ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററോളം ദൂരമാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഉള്ളത്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ, അതായത് സുരക്ഷയ്ക്കായി ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഗതാഗത ക്രമീകരണത്തിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. കാക്കനാട് ജയിലിലേക്ക് മാറ്റുമ്പോഴും ഇതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാവും ഉണ്ടാവുക. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിധി വിശദമായി പരിശോധിച്ചതിന് ശേഷം ജാമ്യാപേക്ഷ നൽകാനാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരുടെ തീരുമാനം. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.